ഒന്നെന്തിനാ? 3 യാസീനിൽ ഒന്നാമത്തെ യാസീൻ എന്തിനാ? അല്ലാഹുവേ, മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ നമ്മുടെ മനസ്സിൽ വെക്കേണ്ട നിയ്യത്ത് എന്തെന്നറിയോ? ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ നമ്മുടെ മനസ്സിൽ വെക്കേണ്ട നിയ്യത്ത് എന്തെന്നറിയോ? എന്തിനാണ് ആ രാവിൽ യാസീൻ ഓതാൻ മഹാന്മാരെ പറഞ്ഞത്? സൂറത്തു യാസീൻ ഖൽബുൽ ഖുർആൻ, ഖുർആനിന്റെ കൽബാണ്, ഖുർആനിന്റെ ഹൃദയമാണ്, ഖുർആനിന്റെ ഹാർട്ടാണ് സൂറത്തു യാസീൻ. ഖുർആനിന്റെ കൽബാണ്, ഖുർആനിന്റെ ഹൃദയമാണ്. ആ ഖുർആനിന്റെ ഹൃദയമായ സൂറത്തു യാസീനെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മുറാദാണോ നമ്മുടെ മനസ്സിലുള്ളത്, ആ മുറാദ് അല്ലാഹു ഹാസിലാക്കി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അറിവിന്ദിലാവിൻ്റെ പവിത്രമായ മജ്ലിസുകൾക്കുള്ള പ്രിയപ്പെട്ടവരെ, നാളെ നമ്മൾ ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ നമ്മുടെ മനസ്സിലുള്ള നിയ്യത്ത് എന്താണെന്നറിയോ? നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സിന് വേണ്ടിയാണ്, ആയുസ്സിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടിയാ. കാരണം നാളത്തെ ദിവസമാണ് നമ്മുടെ ഒരു വർഷത്തെ കാര്യങ്ങളെല്ലാം അല്ലാഹു തീരുമാനിക്കുന്നത്. നാളെയാണ് പെങ്ങളെ നിങ്ങൾ എന്തെല്ലാം ചെയ്യണം, ഏതെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം, ഏതെല്ലാം ജോലികൾ നമ്മൾ ചെയ്യണമെന്നല്ല അല്ലാഹു തീരുമാനിക്കുന്നത് നാളെയുടെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ മനസ്സിൽ കരുതന്റെ നിയ്യത്ത് എന്തെന്നറിയോ? എനിക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരണമല്ലാ, എൻ്റെ ആയുസ്സിലെ ബറക്കത്ത് തരണമല്ലാ, എൻ്റെ ആയുസ്സിലെ ബറക്കത്ത് തരണമല്ലാ. ബറക്കത്തില്ലാത്ത ജീവിതം എന്തുകൊണ്ടാ, എന്ത് ഉപകാരമാ അതിലുള്ളത് പ്രിയപ്പെട്ടവരെ? ബറക്കത്തില്ലാത്ത ജീവിതത്തിൽ അല്ലാഹു നമുക്ക് സന്തോഷം തരൂല്ല. പണക്കാരനായത് കൊണ്ട് ജീവിതത്തിൽ അല്ലാഹു നമുക്ക് സന്തോഷം തരുമോ? അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നത് എപ്പോഴാണ്? ആ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരുമ്പോഴാണ്, ആ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് തരുമ്പോഴാണ്, ബറക്കത്തുള്ള ജീവിതം ലഭിക്കുമ്പോഴാണ്, ബറക്കത്തുള്ള ആയുസ് ലഭിക്കുമ്പോഴാണ്. അല്ലാഹു തന്ന ആയുസ് കുടുംബത്തിൽ വേണ്ടി ഉപയോഗിക്കണ്ടേ, അല്ലാഹു തന്ന ആയുസ്സിനെ ദീനിന് വേണ്ടി ഉപയോഗിക്കണ്ടേ. കുറഞ്ഞ കാലമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നതെങ്കിലോ ആ കുറഞ്ഞ കാലഘട്ടം അല്ലാഹുവിൻ്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും സ്നേഹത്തിലുമായി പടച്ച തമ്പുരാന്റെ ദീനിനെ ഖിദ്മത്തെടുക്കാൻ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ്സും അല്ലാഹു നമുക്ക് തൗഫീഖ് തന്നാൽ അതിനാണ് ആയുസ്സിലെ ബറക്കത്ത് എന്ന് പറയുന്നത്, അതിനാണ് ആയുസ്സിലെ ബറക്കത്ത് എന്ന് പറയുന്നത്. അല്ലാഹുവേ, അതുകൊണ്ട് ഒന്നാമത്തെ യാസീൻ ഓതുമ്പോ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്ക് വേണമല്ലാ, എൻ്റെ ഭാര്യയ്ക്ക് വേണമല്ലാ, എൻ്റെ ഭർത്താവിന് വേണമല്ലാ, എൻ്റെ ബാപ്പയ്ക്ക് വേണമല്ലാ, എൻ്റെ ഉമ്മക്ക് വേണമല്ലാ, എൻ്റെ മക്കൾക്ക് വേണമല്ലാ, എൻ്റെ കൂട്ടുകാർക്ക് വേണമല്ലാ, എൻ്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾക്ക് വേണമല്ലാ. ആ നിയ്യത്ത് വെച്ചിട്ടായിരിക്കണം ഒന്നാമത്തെ യാസീൻ ഓതേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ ആ യാസീൻ ഓതുന്നതിന് മുമ്പ് അല്ലാഹ് നിന്റെ പൊരുത്തത്തോടുകൂടി ആഫിയത്തുള്ള ദീർഘായുസ്, ആഫിയത്ത് വേണം. ആയുസ് നല്ലോണുണ്ടായതുകൊണ്ട് കാര്യമുണ്ടോ? ആഫിയത്ത് വേണ്ടേ? ജോലി ചെയ്യണമെങ്കിലും കുടുംബം പോറ്റണമെങ്കിലും എന്ത് വേണമെങ്കിലും ആഫിയത്ത് വേണം, അല്ലേ? അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ആമീൻ പറയും. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോഴോ ഇത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ എന്നും ഇത് കേട്ടതാണ്, ഒന്ന് കണ്ണോടിച്ചു പോകുക എന്ന് മാത്രം. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ അള്ളാഹുവേ, നീ എനിക്ക് തരുന്ന ഭക്ഷണത്തിൽ നല്ല ബറക്കത്ത് വേണം, ഭക്ഷണത്തിൽ നല്ല ബറക്കത്ത് വേണം. ഭക്ഷണത്തിലും റിസ്കിൽ, റിസ്ക് എന്ന് പറഞ്ഞാൽ ഭക്ഷണം മാത്രമല്ല, റിസ്കിൽ ബറക്കത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണത്തിൽ മാത്രമല്ല ബറക്കത്ത്, കിട്ടുന്ന കാശിൽ ബറക്കത്ത് വേണം. നമ്മൾ പറയല്ലേ ഉസ്താദേ, എന്നും ജോലിയുണ്ട്, ശമ്പളം കിട്ടുന്നില്ലേ? ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ അത് ഏത് വഴിക്ക് പോകുന്നതെന്നറിയില്ല. ബിസിനസ് ഉണ്ട്, ജോലിയുണ്ട്, കയ്യിൽ കാശ് നിൽക്കണില്ല. നമ്മുടെയൊക്കെ എല്ലാവരും പരാതിയാണ്. അതിനാണ് ബറക്കത്ത് കുറഞ്ഞു എന്ന് പറയുന്നത്. ബറക്കത്ത് കൂടാൻ വേണ്ടി ദ്വാരിക്കണം നമ്മൾ.
ദ്വാരക്കേണ്ട ഏറ്റവും നല്ല പ്രധാനപ്പെട്ട രാവാണ് നാളത്തെ രാവ്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളത്തെ രാവിൽ നിങ്ങളത് ഉപയോഗപ്പെടുത്തിയോ ഉറപ്പാണ് നിങ്ങൾക്കല്ല നല്ലോണം ബർക്കത്ത് തരും. ഉറപ്പാണ്. നാളത്തെ രാവ് നിങ്ങൾ നല്ലവണ്ണം ഉപയോഗപ്പെടുത്തിയോ അള്ളാഹു നിങ്ങൾക്ക് നല്ല ബർക്കത്ത് തരും. അപ്പോൾ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ റിസ്കിൽ ബർക്കത്ത് വേണം എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബർക്കത്ത് വേണമെന്നല്ല, അതിൽ വേണം. അതിൽ മാത്രം മതിയല്ലോ. അതിൽ മാത്രമാകുമ്പോൾ പിന്നെ കുറച്ചേ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു പ്ലേറ്റ് ചോറ് വെച്ചിട്ട് അതിൽ നല്ല ബർക്കത്ത് ഉണ്ടായി കഴിഞ്ഞാൽ ഫുള്ളും കഴിക്കാൻ കഴിയൂലല്ലോ നമുക്ക്. കാരണം എന്താ, ബർക്കത്ത് കൊണ്ട് പെട്ടെന്ന് വയറ് നിറയും. അപ്പോൾ ഭക്ഷണത്തിൽ മാത്രം ബർക്കത്ത് പോരാ, കിട്ടുന്ന ശമ്പളത്തിൽ വേണം, നമ്മുടെ കയ്യിലുള്ള സമ്പത്തിൽ വേണം, നമ്മുടെ കൃഷിയിൽ വേണം, നമ്മുടെ വാഹനത്തിൽ വേണം. നമ്മുടെ ഉപജീവന മാർഗമാണ് നമ്മുടെ വാഹനം. ബസ്സാണെങ്കിലും ലോറിയാണെങ്കിലും ഓട്ടോറിക്ഷയാണെങ്കിലും ടാക്സി ആണെങ്കിലും നമ്മുടെ ഉപജീവന മാർഗമാണ്. അപ്പം ആ വാഹനത്തിൽ നാളെ ബർക്കത്ത് വേണം എന്നാഗ്രഹം വെച്ചിട്ട് യാസീൻ ഓതുക. കൃഷിയിൽ ബർക്കത്ത് വേണം, കിണറ്റിൽ വെള്ളം കുറവാണ്, അതിൽ നല്ല ബർക്കത്ത് വേണം. ആ നീയത്ത് നാളെ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ നീയത്ത് വെക്കുക. നിങ്ങളെ ഭർത്താക്കന്മാര് വിദേശത്താണ്, പ്രിയപ്പെട്ട ഇക്കയുടെ ബിസിനസ്സിലും ജോലിയിലും അള്ളാഹ് നല്ല ബർക്കത്ത് തരണം. ആ നീയത്ത് വെച്ചിട്ട് ഇൻഷാ അള്ളാഹ് ഓതുക. എന്ത് മേഖലയിലാണോ നമ്മൾ ജോലി ചെയ്യുന്നത് ആ ജോലിയിൽ അള്ളാഹു നല്ല ബർക്കത്ത് തരട്ടെ എന്ന നല്ല നീയത്ത് വെച്ചിട്ട് ഓതാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. കാരണം എന്തെന്നറിയോ, ഒരു പ്രിയപ്പെട്ട സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ വന്നിട്ട് പരാതി പറഞ്ഞു, നബിയെ ഞാൻ കുറേ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ വയറ് നിറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വയറും അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ചെറിയൊരു കുത്ത് ഇങ്ങനെ കൊടുത്ത്, എങ്ങനെയാ മോനെ എന്നറിയാം, ബർക്കത്തുള്ള ഭക്ഷണം കഴിക്കണം, ബർക്കത്തുള്ള ഭക്ഷണം കഴിക്കണം. ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിബിമത്തു അമക, നിന്റെ ഭക്ഷണം നീ നന്നാക്ക്, ബർക്കത്തുള്ള ഭക്ഷണമാക്ക്. കുറെ അങ്ങ് വാരി വലിച്ചുകൊണ്ട് വയറ് നിറയൊന്നുമില്ല. അതിബിമത്തു അമക, നിന്റെ ഭക്ഷണം നീ നന്നാക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വഹാബിയോട്, പ്രിയപ്പെട്ട സ്വഹാബിയോട് പറഞ്ഞ വാക്കാണത്, നല്ല ഭക്ഷണമായിരിക്കണം. അപ്പം നാളെ നമ്മൾ ദ്വാരിക്കുമ്പോൾ നല്ലോണം കിട്ടണം എന്നല്ല, ഹലാലായ മാർഗത്തിലൂടെ മാത്രം. പലിശ വേണ്ട, ഒരു വെട്ടിപ്പിടിക്കൽ വേണ്ട, ഒരു തരി മണ്ണ് മറ്റുള്ളവനിൽ നിന്ന് വേണ്ട, ഒരു തരി മണ്ണ് മറ്റുള്ളവനിൽ നിന്ന് നമ്മൾ എടുക്കരുത്. മറ്റുള്ളവൻ്റെ ഹക്ക് നമ്മൾ എടുക്കരുത്. കടം കൊടുക്കാനുള്ളത് കൊടുത്ത് വീട്ടണം. ഫോൺ വിളിച്ചാൽ എടുക്കാതെ മുങ്ങി നടക്കരുത്. കൊടുക്കാനുള്ളത് കൃത്യമായി കൊടുക്കണം. ഇങ്ങോട്ട് സഹായിച്ചവൻ നമ്മൾ കുടുങ്ങിയ സമയത്ത് നമ്മൾ ഇങ്ങോട്ട് സഹായിച്ച് പിന്നെ അവനെ തീരെ മൈൻഡ് ചെയ്യാതെ നടക്കുക, ഫോൺ വിളിച്ചാൽ എടുക്കാതെ നടക്കുക, അങ്ങനെയൊന്നും ആവരുത്. ഒരാളെയും നമ്മൾ വേദനിപ്പിക്കരുത്. നമ്മളങ്ങോട്ട് എത്ര കുത്തിയാലും ശരി തിരിച്ചങ്ങോട്ടൊരു വേദന പോലും നമ്മൾ കൊടുക്കരുത്. അള്ളാഹു നമ്മ സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പോഴാണ് നമ്മുടെ റിസ്ക്കിൽ അള്ളാഹു ബർക്കത്ത് തരുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ബർക്കത്തുള്ള റിസ്ക്കിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണേ സ്വഹാബാ, ബർക്കത്തുള്ള റിസ്ക്കിന് വേണ്ടി ദുആ ചെയ്യണേ സ്വഹാബാ. അറിയുമോ നിങ്ങൾക്ക്, മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരാളെ കയ്യിൽ നിന്ന് 12 ഈത്തപ്പഴം കടം വാങ്ങി. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, കടം വാങ്ങി മുങ്ങി നടക്കണോലൊക്കെ ഈ ചരിത്രം നല്ലോണം കേൾക്കുക. 12 ഈത്തപ്പഴം കടം വാങ്ങി. ആര്? ജാബിർ റളിയല്ലാഹു അൻഹു. 11 ദിവസത്തെ അവധി പറഞ്ഞു. 11 ദിവസം കഴിഞ്ഞാൽ തരാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ അവധി പറയാതിരിക്കുക, പറഞ്ഞ ആ ദിവസം കൊടുക്കുക. അതല്ലെങ്കിൽ തലേ ദിവസം എന്ത് ചെയ്യുക, നമ്മളൊന്ന് മെസ്സേജ് കൊടുക്കുക, മോനെ ഒന്ന് വൈകൂട്ടോ, ഇത് ആ ഡേറ്റും പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കും പാവങ്ങൾ. എന്നിട്ട് വിളിച്ചാൽ ഔട്ട് ഓഫ് കവറേജ്, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ്, അല്ലെങ്കിൽ ഫോൺ എടുക്കൂല, അല്ലെങ്കിൽ ഫ്ലൈറ്റ് മോഡ് ഇട്ടേക്കുക, അല്ലെങ്കിൽ സൈലൻ്റ് ആക്കിയേക്കുക. അങ്ങനെയൊന്നും, അതൊക്കെ വളരെ മോശമാണ്. അതൊന്നൊരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മളെ കുടുങ്ങുമ്പോൾ നമ്മളെ ഒരാൾ സഹായിച്ചാൽ നമ്മൾ അവരും തിരിച്ച് സഹായിക്കണ്ടേ? അങ്ങനെയല്ലേ വേണ്ടത്? നമ്മൾ കുടുങ്ങിയ സമയത്ത് നമ്മൾ ഒരാൾ സഹായിച്ച്, എന്നാൽ കടം ചോദിച്ചാൽ കടം കൊടുക്കും വേണം. ഇല്ലത് ഇപ്പോൾ ആളുകൾ കടം കൊടുക്കാതെ നിന്നാ ഇങ്ങോട്ട് കിട്ടൂല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്രാ മിറാജിൻ്റെ യാത്രയിൽ ഞാനിങ്ങനെ സ്വർഗത്തിൻ്റെ സമീപത്തിലൂടെ നടന്നു പോയപ്പോൾ ഒരു കവാടത്തിൽ എഴുതി വച്ചിട്ടുണ്ട്, നിങ്ങൾ 10 രൂപ ധർമ്മം ചെയ്യുന്നതും 10 രൂപ കടം കൊടുക്കുന്നതും. 10 രൂപ ധർമ്മം ചെയ്താൽ നിങ്ങൾക്ക് 30 ഇരട്ടി പ്രതിഫലം അല്ലാഹു തരും. 10 രൂപ കടം കൊടുത്താൽ 60 ഇരട്ടി പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരുമെന്ന് സ്വർഗത്തിൻ്റെ കവാടത്തിൽ എഴുതി വച്ചത് ഞാൻ കണ്ടു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു. അതിൻ്റെ അർത്ഥം എന്താ? കടം കൊടുക്കുന്നവർക്ക് അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കുന്നതാണ്.
കടം കൊടുക്കുമ്പോൾ നല്ലോ നോക്കിയിട്ട് കൊടുക്കണം. അത് വീട്ടാനുള്ള മാർഗം എൻ്റെ അടുത്ത് ഉണ്ടോ? ഒരാൾ വന്നിട്ട് 10 ലക്ഷം കാട്ടിയാ അല്ലാ അപ്പോൾ തിരിച്ചു തരാനുള്ള വകുപ്പ് ഉണ്ടോ? ഒക്കെ നോക്കണം, നോക്കിയിട്ടേ കൊടുക്കാൻ പാടുള്ളൂ. മാത്രമല്ല അത് കൊടുക്കുമ്പോൾ അതിൻ്റെ രേഖകളും അതിൻ്റെ കാര്യങ്ങളും ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് അതൊക്കെ വളരെ കൃത്യമായി ആ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയറായിട്ട് ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ബന്ധത്തിൻ്റെ പേരിലും കൂട്ടുബന്ധത്തിൻ്റെ പേരിലും പാർട്ട്ണർഷിപ്പിൻ്റെ പേരിലും നമ്മൾ കൊടുത്തു പോകും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം, എന്തിന്? കൂട്ടുബന്ധങ്ങൾ തകർന്നടിയാതിരിക്കാൻ വേണ്ടി പേപ്പർ വർക്കുകളും കാര്യങ്ങളും അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതണം നമ്മൾ. അപ്പോൾ പറഞ്ഞു വരുന്ന ജാബിർ റളിയല്ലാഹു അൻഹു ഈത്തപ്പഴം കടം വാങ്ങി 12 ഈത്തപ്പഴം 11 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു തരാമെന്ന് പറഞ്ഞ് 10ാമത്തെ ദിവസം ഉണ്ട് അറാബിയായ ആ പ്രിയപ്പെട്ട സഹോദരൻ ജാബിർ റളിയല്ലാഹുവിൻ്റെ വീട്ടിലേക്ക് വന്ന് പറഞ്ഞു, ജാബിറെ നാളെ ആട്ടോ നമ്മളെ ഡേറ്റ് മറക്കണ്ട. എന്ത്? ഈ 12 ഈത്തപ്പഴം തിരിച്ചു തരാനുള്ള ഡേറ്റ് നാളെയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു അത്ഭുതപ്പെട്ടു പോയി, റബ്ബേ എവിടുന്ന് തിരിച്ചു കൊടുക്കും? എൻ്റെ വീട്ടിൽ ഈത്തപ്പഴമില്ല. ഈത്തപ്പഴം വീട്ടിൽ വെക്കാന്നുള്ള വലിയൊരു ബറക്കത്താണ്. ഈത്തപ്പഴം വീട്ടിലുണ്ടാവുക എന്നുള്ളത് വലിയൊരു ബറക്കത്താണ്. അപ്പോൾ പറഞ്ഞു വരുന്ന ജാബിർ റളിയല്ലാഹു അൻഹു വല്ലാത്ത സങ്കടപ്പെട്ടു പോയി. ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് കുറച്ചുകൂടി അവധി നീട്ടിത്തരണം. ജാബിർ എന്ന് നേരത്തെ പറഞ്ഞുകൂടിയിരുന്നു നിനക്ക്, ഇത് അവസാനം വെച്ചിട്ടാ പറയേണ്ടത്. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ നേരെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്ന് പരാതി പറഞ്ഞു, മുഹമ്മദ് തങ്ങളെ, നിങ്ങൾ അനുയായിയല്ലേ ജാബിർ തങ്ങളെ? 11 ദിവസത്തിന് വേണ്ടി എൻ്റെ അടുക്കൽ നിന്ന് ഈത്തപ്പഴം കടം വാങ്ങി തരാനിരിക്കുന്ന സമയത്ത് ഇപ്പോൾ വാക്ക് മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, ജാബിറേ, ഇത് പാടില്ല മോനെ, ഇത് പാടില്ല മോനെ, ഇത് പാടില്ല മോനെ. നീ ഒരാൾക്ക് വാഗ്ദാനം നൽകിയാൽ അത് നീ നിറവേറ്റലിൻ്റെ ബാധ്യതയാണ് മോനെ. ഏതുവരെ? നിങ്ങളെ ഭാര്യയോടാണെങ്കിൽ പോലും നിങ്ങൾ വാഗ്ദാനങ്ങൾ നിറവേറ്റണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുമ്പോൾ നിങ്ങളെ ഭാര്യ നിങ്ങളോട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ കൊണ്ടുകൊടുക്കുന്നിടത്ത് നിങ്ങൾ ബാധ്യത നല്ലതുപോലെ നിറവേറ്റണമെന്ന് ലോകത്തിൻ്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ. അപ്പോഴാണ് നമ്മൾ നല്ലൊരു ഭർത്താവായി മാറുന്നത്. അല്ലാഹുവേ, ജാബിർ റളിയല്ലാഹുവിനോട് മുത്തു റസൂലുള്ളാഹി പറയുന്ന, ജാബിറേ, നാളെ 12 ദിവസമാവല്ലേ ജാബിറേ? ആ 11 നീ വാങ്ങിയ ഈത്തപ്പഴം തിരിച്ചു കൊടുക്കൂ ജാബിറേ. ജാബിർ റളിയല്ലാഹു അൻഹു മുത്തു നബിയോട് പറഞ്ഞു, നബിയേ, എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല നബിയേ. ഞാൻ ഈത്തപ്പഴം വാങ്ങിയത് എന്തിനാണെന്നറിയോ? പട്ടിണി താങ്ങാൻ കഴിയായിട്ടാണ് നബിയേ, പട്ടിണി സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് നബിയേ. എൻ്റെ വീട്ടുകാരെ പട്ടിണി സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണ് തങ്ങളെ. അതുകൊണ്ട് തങ്ങളൊന്ന് ഇടപെടുമോ നബിയേ? അവിടെ നിന്ന് ഇടപെട്ട് മധ്യസ്ഥൻ നിൽക്കുമോ തങ്ങളെ? തർക്കങ്ങൾക്കിടയിൽ മധ്യസ്ഥൻ നിൽക്കുക എന്നുള്ളത് അല്ലാഹു തരുന്ന തൗഫീഖാ. തർക്കങ്ങൾ തീർപ്പാക്കുക എന്നുള്ളത് അല്ലാഹു തരുന്ന തൗഫീഖാണ്. നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കുന്ന കാരണന്മാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് മദ്യം നിൽക്കുന്നവരെ കണ്ടിട്ടില്ലേ? എത്ര വലിയ പ്രതിഫലമാണ് അല്ലാഹു അവർക്ക് കൊടുക്കുന്നതെന്നറിയോ? എത്ര വലിയ പ്രതിഫലമാണ് അല്ലാഹു അവർക്ക് നൽകുന്നതെന്നറിയോ? ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ കൂടുതൽ വഷളാക്കാൻ നോക്കരുത്, കൂടുതൽ പ്രശ്നമാക്കാൻ നോക്കരുത്. അത് മധ്യസ്ഥനിൽ നിന്ന് ഇടപെട്ടുകൊണ്ട് ഒത്തുതീർപ്പാക്കുന്നിടത്താണ് ഒരു വിശ്വാസിയുടെ വിജയമെന്ന് മുത്തു റസൂലുള്ളാഹി നമുക്ക് കാണിച്ചു തരുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മധ്യസ്ഥനായി നിന്നു. ജാബിർ റളിയല്ലാഹു അൻഹു വിളിച്ചു. ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ വിളിച്ച് ചോദിച്ചു, കൂട്ടുകാരാ, ഒരു 3 ദിവസത്തെ അവധി കൂടി ജാബിറിന് നിങ്ങൾ കൊടുക്കോ? ഇല്ല മുഹമ്മദ് തങ്ങളെ, ഞാൻ കൊടുക്കൂല തങ്ങളെ, ഞാൻ കൊടുക്കൂല തങ്ങളെ, ഞാൻ കൊടുക്കൂല തങ്ങളെ. ഒരു 3 ദിവസത്തെ അവധി പോയിട്ട് ഒരു ദിവസം പോലും ഞാൻ കൊടുക്കൂല തങ്ങളെ. ഉടനെ തന്നെ മുത്തു
റസൂലുള്ള ജാബിർ തങ്ങളോട് പറയുന്നു, ജാബിറേ, നിന്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ ജാബിറേ? ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തങ്ങളെ, എൻ്റെ കുടുംബം പട്ടിണിയാണ് നബിയേ. എൻ്റെ വീട്ടിലെ എൻ്റെ പ്രിയപ്പെട്ട വാപ്പയുടെ ഒരു പഴയ ഈന്തമരത്തിൻ്റെ ഉണങ്ങിയ തോട്ടമുണ്ട് നബിയേ. അവിടെ മരത്തിലുള്ള പഴങ്ങളില്ല തങ്ങളെ, ഉണങ്ങിയ തോട്ടമാണ് നബിയേ, ഉണങ്ങിയ തോട്ടമാണ് നബിയേ. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേൽക്കുകയാണ്. വരിക ജാബിറേ, ആ തോട്ടത്തിലേക്ക് നമുക്ക് പോവാ, ആ തോട്ടത്തിലേക്ക് നമുക്ക് പോവാ, ആ തോട്ടത്തിലേക്ക് നമുക്ക് പോവാ. വുളൂ ചെയ്തിട്ട് ആ തോട്ടത്തിലേക്ക് നമുക്ക് കടന്നു പോകാം ജാബിറേ. ജാബിർ റളിയല്ലാഹു അൻഹു മുത്തു റസൂലുള്ള പറഞ്ഞതുപോലെ വുളൂ ചെയ്യുകയാണ്. വുളൂ ചെയ്തിട്ട് ആ തോട്ടത്തിലേക്ക് കടന്നു ചെല്ലുകയാ. വാഹനം ഓടിക്കുമ്പോൾ വുളൂ എടുത്ത് ഓടിക്കണേ ഡ്രൈവർമാരെ. വാഹനം ഓടിക്കുക എന്നുള്ളത് അല്ലാഹു തരുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമല്ലേ? നമ്മുടെ വാഹനം ചീറിപ്പാഴുന്ന വാഹന തിരക്കുകൾക്കിടയിൽ അല്ലാഹുവേ ഒരു അപകടത്തിൽ വരാതെ, ഒരു ഉരസൽ വരാതെ, ഒരു ആക്സിഡന്റ് സംഭവിക്കാതെ, ബ്രേക്കും ക്ലച്ചും എല്ലാമല്ല ആ വാഹനത്തിൻ്റെ നമ്മൾ നിയന്ത്രിക്കുന്നത് അത് അല്ലാഹു നിങ്ങൾക്ക് തന്ന കഴിവല്ലേ കൂട്ടുകാരാ? അത് അല്ലാഹു നമുക്ക് തന്ന കഴിവല്ലേ കൂട്ടുകാരെ? അല്ലാഹുവേ, ഒരു വാഹനം നിയന്ത്രിച്ച് ഡ്രൈവ് ചെയ്തു പോവുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന സൗഭാഗ്യമാ. ബ്രേക്ക് ചവിട്ടേണ്ടിടത്ത് ബ്രേക്ക് ചവിട്ടണമെന്ന തീരുമാനം മനസ്സിലേക്ക് തോന്നിപ്പിക്കുന്നവനാരാ? അത് യജമാനനായ റബ്ബാ, യജമാനനായ റബ്ബാ. അതുകൊണ്ട് വാഹനം ഓടിക്കുമ്പോൾ വുളൂ എടുത്തിട്ട് ഓടിക്കണേ. വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ വുളൂ നിങ്ങൾക്ക് പരമാവധി വേണേ. ജോലി ചെയ്യുമ്പോൾ വുളൂ എടുക്കാൻ പറ്റുമെങ്കിലൊക്കെ വുളൂ എടുക്കണേ. ജാബിർ എന്ന സ്വഹാബിയോട് മുത്തു റസൂലുള്ള പറയാ, വുളൂ എടുത്തിട്ട് വാ മോനെ, വുളൂ എടുത്തിട്ട് വാ മോനെ. ഒരു കച്ചവടം നടത്താൻ വേണ്ടി പോകുകയാണെങ്കിൽ ആ കച്ചവടം നമ്മൾ ആഗ്രഹിച്ച റാഹത്തായ രൂപത്തിൽ ശരിയാവണമെങ്കിൽ നിങ്ങൾ വുളൂ എടുത്ത് പോവണമെന്ന് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു കച്ചവടത്തിന് പോവുകയാണ്, അതല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോവുകയാണ്, വുളൂ എടുത്തിട്ട് പോവുക. അത് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കാം. ജാബിർ റളിയല്ലാഹു അൻഹു അങ്ങനെ വുളൂ എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ പോയി. അല്ലാഹുവേ, ചരിത്രത്തിലേക്ക് വരട്ടെ. ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ ഈന്തമരത്തിന്റെ തോട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ പ്രവേശിച്ചിട്ട് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജാബിർ തങ്ങളും ആ തോട്ടത്തിൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തു റസൂലുള്ള 2 കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയാ. അല്ലാഹ്, എൻ്റെ ജാബിറിന് ബറക്കത്ത് കൊടുക്കണം അല്ലാ, എൻ്റെ ജാബിറിന് ബറക്കത്ത് കൊടുക്കണമല്ലാ, എൻ്റെ ജാബിറിന് ബറക്കത്ത് കൊടുക്കണേ നാദാ. ഉണങ്ങി പിടിച്ച ഈന്തമരത്തിൻ്റെ തോട്ടമാ, ഉണങ്ങിക്കരിഞ്ഞു പോയ ഇലകളാ, ഉണങ്ങിക്കരിഞ്ഞു പോയ മരങ്ങളാ. ഒരു ഈന്തമരത്തിൻ്റെ പഴം പോലും ആ തോട്ടത്തിലില്ലാത്ത ഉണങ്ങി പിടിച്ച തോട്ടമായിരുന്നു. വുളൂ എടുത്തുകൊണ്ട് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തോട്ടത്തിൽ വന്ന് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ, അല്ലാഹുമ്മ ബാരിക് ലനാ, ഈ ജാബിറിന്റെ തോട്ടത്തിൽ ബറക്കത്ത് കൊടുക്കണമല്ലാ, ബറക്കത്ത് കൊടുക്കണമല്ലാ, ബറക്കത്ത് കൊടുക്കണമല്ലാ. മുത്തു റസൂലുള്ള ദുആ ചെയ്യുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാ, അങ്ങനെ വുളൂ എടുത്ത് നമസ്കാരം കഴിഞ്ഞ് ദുആ ചെയ്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പിറ്റേ ദിവസമാണല്ലോ ഈ ഈത്തപ്പഴം തിരിച്ചു കൊടുക്കാൻ
കൊടുക്കലിന്റെ ദിവസം പിറ്റേ ദിവസമാണല്ലോ. സുബഹിക്ക് പള്ളിയിലേക്ക് ജമാഅത്തിൽ ജാബിർ തങ്ങളെ കടന്നു വരികയാൽ മുത്തു റസൂലുള്ള ചോദിച്ചു, ജാബിറേ, തോട്ടത്തിൽ ഈത്തപ്പഴം വന്നോ ജാബിറേ? അറിയില്ല നബിയേ, ഞാൻ അവിടെ പോയി നോക്കിയിട്ടില്ല നബിയേ. നിങ്ങൾ അവിടെ ചെല്ലുക ജാബിറേ, അവിടെ സുന്ദരമായ മനോഹരമായ ഈന്തമരത്തിന്റെ പഴങ്ങള് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ് തങ്ങളെ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞത് കേട്ടിട്ട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. തലേ ദിവസം വരെ ഇന്നലെ വരെ ഉണങ്ങി പിടിച്ച മനോഹരമായ തോട്ടമാണ്. ഇന്നലെ വരെ ഉണക്കം വന്ന തോട്ടമായിരുന്നു. ഒരു പഴം പോലുമില്ലാത്ത തോട്ടമായിരുന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞ് മുത്തു റസൂലുള്ള പറഞ്ഞത് കേട്ട് തോട്ടത്തിലേക്ക് കടന്നു എന്നപ്പോ അത്ഭുതമാണ്, മഹാ അത്ഭുതമാ. അൽഹംദുലില്ലാ, എന്തോരത്ഭുതമാണ് നാദാ, എന്തോരത്ഭുതമാണ് നാദാ. ഇന്നലെ വരെ ഒരു പഴം പോലും ഇല്ലാത്ത തോട്ടമല്ലേ, ഒരു പച്ച പോലും ഇല്ലാത്ത തോട്ടമല്ലേ, ഒരു ഈന്തപ്പഴ പോലും ഇല്ലാത്ത തോട്ടമല്ലേ. ആ തോട്ടത്തിൽ ഇതാ സുന്ദരമായ പഴങ്ങളിതാ, അത്ഭുതപ്പെടുത്തുന്ന മനോഹരമായ പഴങ്ങളിതാ. ജാബിർ റളിയല്ലാഹു അൻഹു 2 കുട്ട നിറയെ ഈന്തപ്പഴം നിറക്കുകയാണ്. സന്തോഷത്തോടെ ഇലാ ഹളറത്ത് റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് ചെല്ലുകയാ. യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, തങ്ങളെ നബിയാ, തങ്ങളെ റസൂലാണ് നബിയേ, തങ്ങളെ റസൂലാണ് നബിയേ. ഇന്നലെ വരെ ഒരു പഴം പോലും ഇല്ലാത്ത തോട്ടമായിരുന്നു. ഇന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞാൻ അവിടത്തേക്ക് കടന്നു എന്നപ്പോ അത്ഭുതത്തോടെ ആ തോട്ടം നിറയെ പഴങ്ങളാണ് തങ്ങളെ, പഴങ്ങളാണ് തങ്ങളെ. 2 കുട്ട നിറയെ ഈന്തപ്പഴവുമായി ജാബിർ എന്ന പ്രിയപ്പെട്ട സുഹാബി പ്രവാചകന്റെ മുമ്പിൽ ചെന്ന് കൊണ്ടുകൊടുത്തപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ആ ബർക്കത്തിന്റെ പഴമൊന്ന് എനിക്ക് തരാമോ ജാബിറേ? ആ പഴക്കത്തിന്റെ പഴത്തിൽ ഒന്ന് എനിക്ക് തരാമോ ജാബിറേ? ഒരു പഴമെടുത്തുകൊണ്ട് ഒരു കുട്ട ഈത്തപ്പഴം നിറയെ ആ പ്രിയപ്പെട്ട കടം വാങ്ങിയ കൂട്ടുകാരന് കൊണ്ടുകൊടുക്കൂ ജാബിറേ. മുത്തു റസൂലുള്ളാഹിന്റെ വാക്ക് കേട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പോവുകയാണ്. അറിവിൻ നിലാവിന്റെ പവിത്രമായ മജ്ലിസ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, ജാബിർ എന്ന സ്വഹാബിക്ക് അല്ലാഹു ബറക്കത്ത് കൊടുക്കാൻ കാരണമെന്താ? ഈന്തമരത്തിൻ്റെ ഇലകളും കായ്കളും ഉണങ്ങിയ മരത്തില് ഉണങ്ങിപ്പിടിച്ച ആ തോട്ടത്തില് സുന്ദരമായ പഴങ്ങൾ അല്ലാഹു കൊടുക്കാൻ കാരണമെന്താ? ബറക്കത്തിന് വേണ്ടിയുള്ള ആത്മാർത്ഥമായ ദുആ. മറക്കല്ല ഉമ്മത്തേ, ആ ദിവസമാണ് നാളത്തെ രാത്രി നമുക്ക് കടന്നു വരുന്നത്. ബിസിനസ്സുകാരില്ലേ, കച്ചവടക്കാരില്ലേ, ഡ്രൈവർമാരില്ലേ, കൂലി ജോലി എടുക്കുന്നവരില്ലേ, അധ്യാപകന്മാരില്ലേ, ഗവൺമെന്റ് ജോലി എടുക്കുന്നവരില്ലേ, ഏത് ജോലിയാണോ നിങ്ങൾ നടക്കുന്നത്, ഏത് ബിസിനസ്സാണോ നിങ്ങൾ നടത്തുന്നത്, ഏത് ഏർപ്പാടാണോ നിങ്ങൾ ചെയ്യുന്നത്, പ്രിയപ്പെട്ടവരെ, ആ ഏർപ്പാടിലെല്ലാം അല്ലാഹു ബറക്കത്ത് തരാ, ആ ഏർപ്പാടിലെല്ലാം അല്ലാഹു ബറക്കത്ത് തരാ. നാളത്തെ ദിവസത്തിലെ യാസീനോദി അല്ലാഹുവിനോട് പറയണേ, അല്ലാഹുവേ എന്റെ ബിസിനസ്സിൽ നീ യാസീന്റെ ബറക്കത്ത് കൊണ്ട് ബറക്കത്ത് തരണമല്ലാ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്താൽ, ഇല്ല ചെറുപ്പക്കാരാ, ഒരു പട്ടിണി കിടക്കേണ്ട അവസ്ഥ അല്ലാഹു നിങ്ങൾക്ക് തരൂല മോനെ, ഒരു ജോലി ഇല്ലാത്ത അവസ്ഥ അല്ലാഹു നിങ്ങൾക്ക് തരൂല മോനെ. ഇത് മഹാന്മാര് പറയുകയാണ്. അപ്പൊ ഈ അവസരം നമ്മൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണം. ഉപയോഗപ്പെടുത്തിയാൽ അൽഹംദുലില്ലാഹ് നമുക്ക് റാഹത്തായി. അപ്പോൾ രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ നമ്മുടെ ആത്മാർത്ഥമായ ദുആ, അല്ലാഹുവേ
ഞങ്ങൾ ചെയ്യുന്ന ജോലി, ഞങ്ങളുടെ റിസ്ക്കിൽ നീ ബറക്കത്ത് നൽകണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ഉറക്കാമയും പറയും, അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. ഇനി ഒരൊറ്റ യാസീനും കൂടി, ഒരൊറ്റ യാസീന് അതുകൂടി അതിനാ ഓതേണ്ടത്. അതുകൂടി പറഞ്ഞിട്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് ദുആ ചെയ്തേ പിരിയാം. ഇപ്പോൾ 2 യാസീൻ നമ്മൾ ഓക്കെ ആയി. വെറുതെ അങ്ങ് ദീർഘായുസിന് വേണ്ടിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാൻ അങ്ങനെ ഓതിയാ പോരാ. അള്ളാഹ് എനിക്ക് ആഫിയത്ത് വേണം, എനിക്ക് ആരോഗ്യം വേണം, എനിക്ക് ഇബാദത്തെടുക്കാൻ ഇബാദത്തിനോട് താല്പര്യം വേണം, ജോലിയിൽ എനിക്ക് നല്ല ബർക്കത്ത് വേണം, ജോലി എടുക്കാൻ എൻ്റെ ആരോഗ്യം കൊണ്ട് കഴിയണം, ജോലിയെടുത്ത് വീട്ടിൽ വരുമ്പോൾ കൈവേദന, ഷോൾഡർ വേദന, അതൊന്നുമില്ലാതെ എനിക്ക് റാഹത്ത് വേണം. അങ്ങനത്തെ ഒരു ദീർഘായുസിന് വേണ്ടി, അങ്ങനത്തെ ബർക്കത്തുള്ള ദീർഘായുസിന് വേണ്ടി നമ്മൾ നാളെ ദ്വാരിക്കണം. അങ്ങനെ വേണ്ടത്. വെറുതെ ദീർഘായുസ് തരണേർന്നുകൊണ്ട് അങ്ങനെ ദ്വാരിക്കരുത്. ബർക്കത്തുള്ള ദീർഘായുസ് പറഞ്ഞാൽ അതാണ്. ബർക്കത്തുള്ള സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതാണ്. വെറുതെ കുറേ സമ്പത്തിട്ടുകൊണ്ട് എന്ത് കാര്യം? ആ സമ്പത്ത് കൊണ്ട് നമ്മളും കുടുങ്ങും, നമ്മളെ കൂടല്ലോലും കുടുങ്ങും. അങ്ങനെയാവരുത്. ബർക്കത്തുള്ള സമ്പത്താവണം. ബർക്കത്തുള്ള സമ്പത്ത് ഒരു 10 രൂപയാണെങ്കിൽ 10 രൂപ അത് മതി. അള്ളാഹു നമ്മുടെ സമ്പത്തിൽ മുഴുവനും അള്ളാഹു നല്ല ബർക്കത്ത് തരട്ടെ. അള്ളാഹു നല്ല ബർക്കത്ത്. അപ്പം മൂന്നാമത്തെ യാസീനോദുമ്പോൾ ഞാൻ എപ്പോഴാണ് മരിക്കുന്നത്, അപ്പോ മരിക്കുന്ന സമയത്ത് നല്ല മരണം എനിക്ക് കിട്ടണം, ആക്കിബത്ത് നന്നാവണം. എന്ത് കാര്യങ്ങൾ തിരിച്ചറിയാൻ എന്നെ കൊണ്ട് കഴിയുമെങ്കിലും എൻ്റെ മരണസമയം മാത്രം എനിക്ക് തിരിച്ചറിയാൻ എനിക്ക് കഴിയൂല റബ്ബേ. അതുകൊണ്ട് ആ ഒരു സമയം അല്ലാഹുവേ, ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് സ്വർഗം കണ്ട് മരിക്കണം. ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് സ്വർഗം കണ്ട് മരിക്കണം. മരിക്കുമ്പോ ആക്കിബത്ത് നന്നായി മരിക്കണമല്ലാ. മരിക്കുമ്പോ ആക്കിബത്ത് നന്നായി മരിക്കണമല്ലാ. ഈമാൻ സലാമത്താവണം, എൻ്റെ ആക്കിബത്ത് നന്നാവണം, നല്ല ഒരു മരണം വേണം. ആ ഒരു നീയത്ത് വെച്ചിട്ട് മൂന്നാമത്തെ യാസീനോദനേ. യാസീൻ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാല് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നമ്മളെ റൂഹ് പിടിക്കുമ്പോ, അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നമ്മളെ റൂഹ് പിടിക്കുന്ന സമയത്ത് സൂറത്തു യാസീൻ നമ്മുടെ മുന്നിൽ ഒരു കാവലായി വരുമെന്നാണ്. സൂറത്തു യാസീൻ നമ്മുടെ മുന്നിൽ ഒരു കാവലായിട്ട് കടന്നു വരുമെന്നാണ്. ആ യാസീൻ സൂറത്ത് നമ്മുടെ മുന്നിൽ കാവലായി വന്ന് പറയുകയാണ്, നീ പേടിക്കണ്ട മോനെ, അസ്റാഹീൽ വന്നു എന്ന് കരുതി നീ പേടിക്കണ്ട. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങളെന്നെ പാരായണം ചെയ്തവരല്ലേ, നിങ്ങളെന്നെ ഓതിയവരല്ലേ, നിങ്ങളെന്നെ പാരായണം ചെയ്തവരല്ലേ. അതുകൊണ്ട് നിങ്ങളെ പേടിക്കണ്ട, നിങ്ങളെ ഭയപ്പെടണ്ട, നിങ്ങളെ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓതി വെച്ച സൂറത്തു യാസീൻ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നമ്മളെ റൂഹ് പിടിക്കുമ്പോ, ആ റൂഹ് പിടിക്കുന്ന സമയത്ത് നമുക്കൊരു കാവലായി നമ്മളെ കൂടെ യാസീൻ സൂറത്തുണ്ടാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഞങ്ങളെ മരണം നീ നല്ല മരണമാക്കണമല്ലാ.